സംസ്ഥാനത്തെ ഞെട്ടിച്ച വൻ കവർച്ചാ കേസുകളിൽ ഒന്നാണ് കഴിഞ്ഞ രാത്രി മലപ്പുറത്ത് നടന്നത്. പെരിന്തൽമണ്ണ ടൌണിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി കവർന്നത് 3.5 കിലോ സ്വർണമാണ്. രാത്രി കടയിൽ നിന്ന് വീട്ടിലേക്ക് സ്വർണം കൊണ്ടുവരുമ്പോഴായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. ജ്വല്ലറി ഉടമകൾക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ശേഷമായിരുന്നു കവർച്ച. കേസിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘത്തിൽ 5 പേർ കൂടി ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കൽ കവർച്ചാ സംഘങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. സമയം രാത്രി 9 മണി. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു ഉടമ കിനാദിയിൽ യൂസഫും സഹോദരൻ ഷാനവാസും. MK ജ്വല്ലറി ഓടിട്ട കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ സ്വർണം ജ്വല്ലറിയിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ എന്നും രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. എന്നത്തെയും പോലെ ഇന്നലെയും സഹോദരനൊപ്പം സ്വർണവുമായി സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യൂസഫ്. ഇരുവരും യാത്ര തിരിച്ചതിന് പിന്നാലെ മഹീന്ദ്ര കാർ പിന്തുടർന്നു. കാറിലുള്ള സംഘം തങ്ങളെ പിന്തുടരുന്നതായി യൂസഫും സഹോദരനും തിരിച്ചറിഞ്ഞു. കുറച്ചു സമയം പിന്തുടർന്ന ശേഷം കാർ സ്കൂട്ടർ ഇടിച്ചിട്ടു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപമായിരുന്നു വാഹനം. അപ്പോൾ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം മുഖത്തടിക്കുകയും സ്വർണമടങ്ങിയ ബാഗുമായി സംഘം കാറിൽ കടന്നുകളയുകയും ചെയ്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ കവർച്ച പൂർത്തിയാക്കി സംഘം മടങ്ങി. അവിടെ വണ്ടി തട്ടി വീഴ്ത്തി പിന്നെ ഇറങ്ങിയൊക്കെ അവരെന്തോ വെച്ച് ഇടിച്ചു മുഖത്ത്. അങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു വീണ ടൈമിൽ എടുത്ത് അങ്ങനെ കൊണ്ടുപോയി. പെപ്പർ സ്പ്രേ അടിച്ചു അതല്ല, പക്ഷേ ആയില്ല. ബാഗ് തട്ടിപ്പറിച്ചു. അതെ അതെ. കാറ് കണ്ടിരുന്നു ഏതാന്നുള്ളത്? കാറ് വൈറ്റ് കാറാന്നുള്ള അപ്പോൾ വീണെടുക്കല്ലേ ശ്രദ്ധപ്പെട്ടു. കയ്യിനും പരിക്കേറ്റു അല്ലേ? അത് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഇളകി അത്ര. ഞങ്ങൾ ഏറ്റെടുത്തിട്ട് ഒരു 10-20 വർഷമായിട്ടുണ്ടാവും അല്ലേ? 20-ന്റെ മേലെ 25 വർഷമൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് ഒരുപാട് വർഷം ഉണ്ട്. അതിനായിട്ട് തുടങ്ങിയതാണ്. കാര്യം പെരിന്തൽമണ്ണ വേണ്ടി സ്വർണ്ണക്കടത്ത് സംഘങ്ങളൊക്കെ ഒരുപാട് മുമ്പ് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും സംഘങ്ങൾ നിങ്ങളെ ഏതെങ്കിലും ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ കാലം വരെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുമില്ല ഇങ്ങനെ ഒരു ആക്രമണം. യൂസഫിന്റെയും സഹോദരന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് CCTV ദൃശ്യം തന്നെയായിരുന്നു പ്രധാന തുമ്പ്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വാഹന പരിശോധനയും ഒടുവിൽ 4 പേരിലേക്കെത്തി. കണ്ണൂർ സ്വദേശികളായ പ്രബിൽ ലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവർ കസ്റ്റഡിയിലായി. 4 പേരെ പോലീസ് പിടികൂടിയെങ്കിലും സ്വർണം എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. പ്രതികളെ പോലീസ് എടുക്കും. നമ്മൾ അറിയുന്നത് 4 പേരെന്നാണ്. അവിടെ എത്ര പേര് സംഘത്തിലുണ്ടായിരുന്നു? അതെല്ലാം ഞങ്ങളുടെ ചോദ്യം ചെയ്യലിന് ശേഷം പറയാൻ പറ്റും. മലപ്പുറത്ത് അടുത്തിടെയായി വർദ്ധിച്ചുവരുന്ന സ്വർണം പൊട്ടിക്കൽ കവർച്ചാ കേസുകളിൽ കസ്റ്റഡിയിലായവർക്ക് ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നേക്കും. ന്യൂസ് 18 മലപ്പുറം.